പെരിയയിലെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും അതിദാരുണമായ കൊലപാതകം സംബന്ധിച്ച് CBI കോടതിയുടെ വിധി വന്നതിന് ശേഷം കേരളത്തിൻ്റെ മനസാക്ഷി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച അന്വേഷണം നിർബന്ധമായും CBIക്ക് വിടണം. അത് സംബന്ധിച്ച കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകളായി അത് ഫയൽ ചെയ്തിട്ട് CBIയുടെ അഭിപ്രായം ചോദിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ആരാഞ്ഞു. സംസ്ഥാന സർക്കാർ എതിരാ. അത് CBIക്ക് വിടുന്നതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. പക്ഷേ CBI അന്വേഷണം ഏറ്റെടുക്കാമെന്ന് കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് വാദം നടന്നു. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം, വിധി ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകേണ്ട കേസാണ് വാസ്തവത്തിൽ. കാരണം തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് CBI അന്വേഷണം ഏറ്റെടുത്താൽ മാത്രമേ അതിന് കൃത്യമായ ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെരിയ കേസിലെ വിധി വന്നതിന് ശേഷം നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം കൂടുതൽ ശക്തിപ്പെട്ടു എന്ന് പറയുന്നതിന് വളരെ പ്രധാനമായ കാരണങ്ങളുണ്ട്. അതായത് പെരിയ കേസ് CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ് CPMൻ്റെ പ്രധാന നേതാക്കളടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിൽ വന്നത്. അവരെ ഈ കേസിൽ പെട്ടവരാണെന്ന് തെളിഞ്ഞത്. അവരെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് CBI കോടതി കണ്ടെത്തിയത്. പെരിയ കേസിൻ്റെ ചരിത്രം കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം തടസ്സങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ച നാണംകെട്ട ലജ്ജാകരമായ തടസ്സപ്പെടുത്തലുകൾക്ക് ശേഷം കോടതി നിർദ്ദേശമനുസരിച്ച് CBI കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. അതിനുശേഷമാണ് ആ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ, അതുവരെ സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിരുന്ന ആ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലൂടെ കൃത്യമായ ഒരു ട്രാക്കിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. ഇപ്പോഴിതാ ഒരു മുൻ MLA അടക്കം CPMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ അടക്കം ആളുകൾ ആ കേസിൽ കുറ്റം ചെയ്തതായിട്ട് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും വധം കേരളത്തെ ഞെട്ടിച്ചൊരു അരുങ്കൊലയായിരുന്നു. അതിൻ്റെ അന്വേഷണം CBI ഏറ്റെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അന്വേഷണം ശരിയായ രീതിയിലല്ല കേരള പോലീസ് നടത്തിയിരുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നപ്പോഴും അവസ്ഥ അതായിരുന്നു. ശരിക്കുള്ള കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായില്ല. കേരള പോലീസ് അതുപോലെ ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിട്ടത് ഈ കേസിന്റെ അന്വേഷണം പ്രാദേശിക നേതാക്കളിൽ ഒതുക്കാനാണ്. ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം ഒരിക്കലും പോയതേയില്ല. അവർ നടത്തിയ ഗൂഢാലോചന അന്വേഷണ വിഷയമായില്ല. ഈ പ്രാദേശിക നേതാക്കളെ ചുറ്റിപ്പറ്റി കുറേ പേരെ പ്രതികളാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്തത്. ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബങ്ങൾ കോടതിയെ സമീപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിനെ തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത്. സംസ്ഥാന സർക്കാർ അതിനെ എതിർത്തു. യാതൊരു കാരണവശാലും അന്വേഷണം CBIക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതിന് അവര് ചതുരുപായങ്ങൾ പ്രയോഗിച്ചു. എല്ലാ വഴികളും ശ്രമിച്ചു. അന്വേഷണം വൈകിപ്പിച്ചു. അവസാനം ഹൈക്കോടതി CBI അന്വേഷണത്തിന് അനുകൂലമായ വിധി നൽകി. അപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ഡിവിഷൻ ബെഞ്ചിലും സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായില്ല. അപ്പോൾ എന്താ ചെയ്തത്? ഇതിനേക്കാൾ വലിയ കോടതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. അവിടെയും CBI അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ കോടതി വ്യവഹാരങ്ങൾക്ക് 1.14 കോടി രൂപയാണ് പിണറായി സർക്കാർ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. ഈ സംസ്ഥാനത്തെ അരപ്പട്ടിണിക്കാരായ ആളുകളുടെ നികുതി പണമാണ് ഇതിനടുത്ത്
അഭിഭാഷകർക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വാദിക്കാനായിട്ട് പ്രതിഫലമായി നൽകിയത്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നില്ല. ഇത് CPM നടത്തിയ അരുംകൊലയാ, അവരുടെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടന്നതാ. അതിലെ പ്രതികളായ CPMകാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ 1.14 കോടി രൂപ സർക്കാർ ചെലവഴിച്ചത്. സുപ്രീം കോടതിയും CBI അന്വേഷണത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ ഫയലുകൾ വിട്ടുകൊടുക്കുന്നത് താമസിപ്പിക്കുക എന്ന ഒരു വൃത്തികെട്ട അടവാണ് സർക്കാർ പ്രയോഗിച്ചത്. സംസ്ഥാന പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ അത് കിട്ടാതെ CBIക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. 4 തവണ CBI കേരള പോലീസിന്റെ കത്തെഴുതി രേഖകൾ, ഫയലുകൾ കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്നിട്ടും തയ്യാറായില്ല. ഒടുവിൽ കോടതി ഇടപെട്ടപ്പോഴാണ് ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കുന്നതിന് തയ്യാറായത്. ഇതിനേക്കാൾ വലിയൊരു വൃത്തികേട് CPM കാണിച്ചു. ഈ കേസിന്റെ തുടക്കത്തിൽ വാദികൾക്ക് വേണ്ടി നിന്നിരുന്ന KPCCയുടെ ഒരു മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ഒരു അഭിഭാഷകനെ മറുകണ്ഠം ചാടിച്ചു. CK ശ്രീധരൻ കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു പ്രധാന മുഖമായിരുന്നു. അയാൾ കാലുമാറി. അവസാനം അയാൾ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. ഈ കേസിന്റെ പല രേഖകളും ആ വക്കീലിന്റെ കൈവശമായിരുന്നു. അയാൾ ചതിച്ചു എന്നാണ് പിന്നീട് കോൺഗ്രസും കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബവും കുറ്റപ്പെടുത്തിയത്. CBI അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത്? കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 4 CPM നേതാക്കളിൽ 3 പേരും CBI അന്വേഷണം ഏറ്റെടുത്തതിനെ തുടർന്ന് പ്രതിപ്പട്ടികയിൽ വന്നവരാണ്. അതുവരെ സംസ്ഥാന പോലീസ് അവരെ സംശയിച്ചിട്ട് പോലുമില്ല. അവർ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നില്ല. CBI വന്നപ്പോൾ ഇവര് KV കുഞ്ഞിരാമൻ അടക്കം മുൻ MLA, ഉദുമ മുൻ MLA, കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ പ്രതിപ്പട്ടികയിൽ വന്നു. ഇപ്പോൾ ഇതാ CBI കോടതി ആ 3 പേർ ഈ കൊലപാതക കേസിൽ കുറ്റവാളികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. CBI വന്ന് അന്വേഷണം CPMന്റെ നേതാക്കളിലേക്ക് നീങ്ങിയപ്പോഴാണ് കുഞ്ഞിരാമൻ അടക്കം പല നേതാക്കളും വലയിലായത്. അപ്പോഴാണ് ഗൂഢാലോചന അന്വേഷിക്കുന്നത്. ഈ ഇരട്ടക്കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന. CBI വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? കുഞ്ഞിരാമൻ അടക്കമുള്ള ഈ പ്രമുഖ നേതാക്കൾ നിയമത്തെ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് ഈ കാസർഗോഡിന്റെ തെരുവുകളിലൂടെ ഇപ്പോഴും സ്വതന്ത്രരായി സഞ്ചരിക്കുമായിരുന്നു. CBI വന്നപ്പോൾ യഥാർത്ഥ പ്രതികൾ, ഈ ഇരട്ടക്കൊലയ്ക്ക് ഗൂഢാലോചന നടത്തിയവർ, അവർ പ്രതിസ്ഥാനത്ത് വന്നു. ഇപ്പോൾ നവീൻ ബാബു കേസ് ഒന്ന് നോക്കുക. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ. പെരിയ കൊലക്കേസിൽ CBI അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെയാണ്. അന്വേഷണം ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. PP ദിവ്യയെ മാത്രമാണ് പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടുള്ളത്. ഈ വിവാദ വിഷയമായ പെട്രോൾ ബങ്കിന് NOCക്ക് അപേക്ഷിച്ചൊരു പ്രശാന്ത് ഉണ്ട്. ഇയാൾ ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അയാളെപ്പറ്റി വേണ്ട കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ല. കാരണം അയാൾ CPMന്റെ പല നേതാക്കളുമായി ബന്ധമുള്ള ആളാണ്. ഈ പെട്രോൾ ബങ്ക് ഇടപാട്, അതിൻ്റെ പേരിൽ ദിവ്യ നവീൻ ബാബുവിൻ്റെ അടുത്ത് ഇടപെടൽ നടത്തുന്നത്, പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനെയെല്ലാം ചൂഴ്ന്നു നിൽക്കുകയാണ്. ഈ പെട്രോൾ ബങ്കിന് ആരാണ് പണം മുടക്കുന്നത്? അതോ പ്രശാന്താണോ യഥാർത്ഥ ഉടമ? എങ്കിൽ അയാൾക്ക് എവിടെ നിന്നാണ് ഈ പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് ആവശ്യമായ കോടിക്കണക്കിന് രൂപ ലഭിച്ചത്? ഇതിനെ മുതൽ മുടക്കുന്നവരും കണ്ണൂരിലെ CPM നേതാക്കളും തമ്മിൽ എന്താ ബന്ധം? അതിൽ സംസ്ഥാന തലത്തിലുള്ള ചില നേതാക്കളുമുണ്ടെന്ന് പറയുന്നു. ഈ പ്രശാന്തും ഈ പെട്രോൾ ബങ്കിന് പണം മുടക്കുന്നവരും ഇവരൊക്കെ കണ്ണൂരിലെ പ്രധാന CPM നേതാക്കളുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതൊന്നും സംസ്ഥാന പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല.
പേരിയ കേസ് പ്രാദേശിക നേതൃത്വത്തിൽ ഒതുക്കാൻ അന്ന് പോലീസ് ശ്രമിച്ചതുപോലെ ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ മരണം, അത് സംബന്ധിച്ച അന്വേഷണം പി ദിവ്യയിലും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന ഒരൊറ്റ ചാർജിലും ഒതുക്കുന്നതിന് ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി നൽകി എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ അതിന്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? നവീൻ ബാബുവിന് 98,500 രൂപ കൈക്കൂലി കൊടുത്തു NOCക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത്. ഇപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറുപടി അത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നാണ്. നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച് പിറ്റേന്ന് മുതൽ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോഴീ രേഖ എങ്ങനെ ഉണ്ടായി? ആരാണ് തയ്യാറാക്കിയത്? ഇത് CPM ഓഫീസിലാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു, വ്യാജനാണെന്ന് പറയുന്നു. അപ്പോൾ ഈ വ്യാജരേഖ ഉണ്ടാക്കിയത് അന്വേഷണത്തിന്റെ പരിധിയിൽ പെടേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് സംസ്ഥാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷണ വിഷയമാക്കിയില്ല? പേരിയ കൊലക്കേസിൽ CBI വരുന്നതിനെ തടയാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ CPM അതേ അടവ് ഇവിടെയും പയറ്റുകയാണ്. ഇപ്പൊ ദിവ്യ പ്രതിയായി, കാരണം മറ്റൊരാളെ അവർക്ക് പകരം പ്രതിയാക്കാൻ പറ്റുമായിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കളി മാറുമായിരുന്നു. ഇപ്പോൾ CBI വരികയാണെങ്കിൽ ദിവ്യയ്ക്ക് മുകളിൽ വലിയ തിമിംഗലങ്ങൾ പുറത്തേക്ക് വരുമെന്ന് CPMന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഭയപ്പെടുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് CBI അന്വേഷണം എന്ന ആവശ്യത്തെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഒരു ചെറിയ ആവശ്യമാണ്. അതിനെപ്പോലും സംസ്ഥാന സർക്കാർ എതിർക്കുന്നത് ഹൈക്കോടതിയിൽ. CPMന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ MV ഗോവിന്ദൻ നടത്തിയ പ്രസംഗം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? നവീൻ ബാബുവിന് അനുകൂലമായ നിലപാടെടുത്ത പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ, CPMന്റെ ജില്ലാ നേതൃത്വത്തെ കടിച്ചു കീറുകയാണ് MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്തത്. നവീൻ ബാബുവിന്റെ മരണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞ ആളാണ് MV ഗോവിന്ദൻ. അദ്ദേഹം എന്താണ് പത്തനംതിട്ട ജില്ലാ യോഗത്തിൽ പറഞ്ഞത്? പാർട്ടി കേഡറായ ദിവ്യ അവരെ ഒറ്റതിരിച്ച് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടിയിൽ നിന്നുണ്ടായി. അത് മാത്രമല്ല, അവർ CPM നേതാവായതുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ അതിന് ബലം നൽകുന്ന രീതിയിലാണ് പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വിഭാഗം പ്രവർത്തിച്ചത്. പണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അനുകൂലമായിട്ട് പറഞ്ഞ സഖാവായി പറയുന്നത് പാർട്ടി സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കെതിരെ ജില്ലാ നേതൃത്വത്തിന്റെ നടപടി എരിതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മാറിയെന്ന് ഗോവിന്ദൻ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പ്രതിനിധികളിൽ ഒരു വലിയ ഭൂരിപക്ഷം MV ഗോവിന്ദന്റെ നിലപാടിനോട് യോജിക്കുകയാണ് ചെയ്തത്. ഇത് മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഇതുവരെ CPMന്റെ നേതൃത്വമോ MV ഗോവിന്ദനോ നിഷേധിച്ചിട്ടില്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പെട്ടെന്നുണ്ടായ നയപരമായ ഈ കാര്യമാറ്റം യാതൊരു ലജ്ജയും കൂടാതെയാണ് CPM സംസ്ഥാന സെക്രട്ടറി അവരുടെ പ്രതിനിധികളുടെ മുമ്പിലായി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാവ് പാർട്ടിയുടെ യഥാർത്ഥ തനിനിറം ഇപ്പോ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച പാർട്ടിയുടെ ഔദ്യോഗിക നയം. സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക നിലപാട് ഇതാണ്. പാർട്ടി ദിവ്യയ്ക്കൊപ്പമാണ്. പാർട്ടി നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരോട് കൂടെയാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, പെരിയ കേസിൽ സംഭവിച്ചതുപോലെ ദിവ്യയെയും ഇനി ഈ കേസിൽ പെടാനിടയുള്ള ആളുകളെയും രക്ഷിക്കാൻ CBI തടയുന്നതിന്, അവരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നതിന് തടയാനുള്ള എല്ലാ മാർഗങ്ങളും, ലഭ്യമായ എല്ലാ വഴികളും CPM ഉപയോഗിക്കും എന്ന കാര്യത്തിൽ
സംശയം വേണ്ട. കാരണം ഈ പെരിയാക്കോല കേസ് CBIയുടെ അന്വേഷണവും വിധിയുമൊക്കെ അവർക്കൊരു പാഠമാണ്. അതുമാത്രമല്ല, P. ജയരാജനും TV രാജേഷും പ്രതികളായ ഷുക്കൂർ വധക്കേസിൽ CBI അന്വേഷണത്തിന് ശേഷം ഇപ്പോൾ CBI കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസിലെങ്കിലും, നവീൻ ബാബുവിന്റെ കേസിലെങ്കിലും CBI ഒഴിവാക്കി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ധനശേഷിയെ നേരിടാൻ ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനാവുമോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് പാർട്ടി അവർക്ക് തുണയായി, സഹായമായി കൂടെയുണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അത്തരത്തിലുള്ള പിന്തുണയോ സഹായമോ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ CBI അന്വേഷണത്തിനെ തടയുന്നതിന് ഗവൺമെൻറ് എടുക്കുന്ന നീക്കങ്ങൾക്കെതിരെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് തുണയായി കേരളം മുഴുവൻ, കേരളത്തിൻ്റെ മനസാക്ഷി ഉണ്ടാവണം. അതിനുവേണ്ടി കേരളം മുന്നിട്ടിറങ്ങുക തന്നെ വേണം.